സുവിശേഷം പ്രസംഗിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യു.കെ. പാസ്റ്റർ പറയുന്നു അപ്പോസ്തോലനായ പൗലോസിനെപ്പോലെ കേസ് വാദിക്കും. ലണ്ടൻ, ബ്രിട്ടനിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം സുവിശേഷം പ്രസംഗിച്ചതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പാസ്റ്റർ പറയുന്നു. ബൈബിളിൽ അപ്പോസ്തോലനായ പൗലോസിന്റെ മാതൃക പിന്തുടരുമെന്നും കേസ് വാദിച്ച് ജയിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. സെൻട്രൽ ലണ്ടനിൽ നിന്ന് ഏകദേശം 15 മൈൽ 24 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി വാട്ട്ഫോർഡിലുള്ള ഒയാസിസ് സിറ്റി ചർച്ചിലെ സീനിയർ പാസ്റ്ററായ സ്റ്റീവ് മെയിലിനെ 60 ഏപ്രിൽ 18 3 പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വിശ്വാസം പരസ്യമായി സാക്ഷീകരിക്കുകയും രക്ഷയെക്കുറിച്ച് പരാമർശിച്ച് സംസാരിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ നിത്യശിക്ഷാവിധിക്കു കാരണമാക്കുമെന്ന വെളിപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങൾ അദ്ദേഹം വിവരിച്ചുകൊണ്ടായിരുന്നു പാസ്റ്റർ സ്റ്റീവ് പ്രസംഗിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റീവിനെ പിന്നീട് 3 മാസത്തേക്ക് ജാമ്യത്തിൽ വിട്ടയച്ചു. തന്നെ പോലീസ് ക്രൂരമായി പീഡിപ്പിച്ചു. ഇരട്ട കൈവിലങ്ങുകൾ വച്ചു. 12 മണിക്കൂർ കസ്റ്റഡിയിൽ വച്ചു. ജാമ്യം കിട്ടിയ സ്റ്റീവ് അപ്പോസ്തോലനായ പൗലോസിനെ ഉദ്ധരിച്ചു ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ചമ്മട്ടികൊണ്ട് അടിക്കാൻ സൈന്യാധിപൻ ഉത്തരവിട്ടു. തന്നെ തോൽവാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് ശതാധിപനോട് റോമാ പൗരനും ന്യായവിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടികൊണ്ട് അടിക്കുന്നത് നിയമാനുസൃതമോ എന്നു ചോദിച്ചു. ഇതു കേട്ട ശതാധിപൻ സഹസ്രാധിപനോട് വിവരം പറഞ്ഞപ്പോൾ സഹസ്രാധിപൻ പൗലോസ് റോമൻ പൗരത്വം ഉള്ളവനാണെന്നറിഞ്ഞപ്പോൾ ഭയപ്പെടുകയും പൗലോസിനെ വിട്ടു പിന്മാറുകയും ചെയ്തതായി പ്രവർ 22 അധ്യായത്തിൽ വായിക്കുന്നു.